ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്തയാണ്. നമ്മളിൽ ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് അല്ലേ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഹൈ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്. എന്നാൽ ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പല ആളുകൾക്കും അറിയില്ല. എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയാത്തതാണ് മെയിൻ പ്രശ്നം. എത്ര രൂപ ഇൻവെസ്റ്റ് വേണമെന്ന് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രസ് കാറ്റഗറി ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഡ്രസ് കാറ്റഗറി ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഡ്രസ് ബിസിനസ്സിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി വലിയ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് എന്നുള്ളതാണ്. വെറും 2000 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം 2000 രൂപയ്ക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ബിസിനസ് പോലെ നമുക്ക് വലിയ മെഷീൻസോ വലിയ മാനുഫാക്ചറിങ് യൂണിറ്റോ ഒന്നും തന്നെ തുടങ്ങേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡ്രസ്സ് വാങ്ങിച്ചിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അതും വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനനുസരിച്ച് നമുക്ക് ഭാവിയിൽ നമ്മുടെ ബിസിനസ്സിനെ ഇംപ്രൂവ് ആക്കിക്കൊണ്ട് വന്ന ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിലോട്ടൊക്കെ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ്സിലെ അടുത്ത പ്രത്യേകത, നമുക്ക് എല്ലാ കാലത്തും കസ്റ്റമേഴ്സ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് പണ്ടത്തെക്കാലൊക്കെ കൂടുതലായിട്ട് ആളുകൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാസം ഒരു ഡ്രസ്സെങ്കിലും വാങ്ങിക്കാത്ത സ്ത്രീകൾ തന്നെ വളരെ ചുരുക്കമായിരിക്കും ഉള്ളത് അല്ലെ. അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡ് കൂടി വരുന്ന ഐറ്റമാണിത്. തീർച്ചയായിട്ടും ഭാവിയിലും ഡിമാൻഡ് കൂടി വരാൻ സാധ്യതയുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും എത്ര നാൾ ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ CD റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ പണ്ട് കാലത്തൊക്കെ നല്ല രീതിയിൽ വിജയിച്ചു വന്ന ഒരു ബിസിനസ് ആയിരുന്നു അല്ലെ. എന്നാൽ CD ഇപ്പോൾ ടെക്നോളജി മാറിയപ്പോൾ ആരും തന്നെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്നാലും ഇപ്പോൾ ആ ഒരു ബിസിനസ്സിന് സ്കോപ്പ് ഉള്ളതാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ സ്കോപ്പുള്ള ബിസിനസ്സാണ് നമ്മുടെ ഈ ഒരു ഡ്രസ് ബിസിനസ്സിൻ്റെത്. റിപ്പീറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ഒരു തവണ അവർ വാങ്ങിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ആയിട്ട് അവർ വാങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയുള്ള സീസൺ അനുസരിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സീസൺ അനുസരിച്ച് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന ഐറ്റം തീർച്ചയായിട്ടും നമ്മുടെ ഡ്രസ് ഐറ്റംസും ജ്വല്ലറി ഐറ്റംസും തന്നെയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യാതൊരു പേയ്മെന്റും കൊടുക്കാതെ തന്നെ ഈസി ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ആളുകളിലോട്ട് നമ്മുടെ ഈ ഒരു ഡ്രസ് ഐറ്റംസ് എത്തിക്കാനായിട്ട് സാധിക്കും. ഓൺലൈനായിട്ട് മാത്രമല്ല, നമ്മൾ ചെറിയൊരു ഷോപ്പ് കൂടി ഇടുകയാണെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഷെൽഫ് ടൈം ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതും ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത്ര നാളത്തോട്ടായിരിക്കാണ് അതിന്റെ കാലാവധി വരത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഡ്രസ് ഐറ്റംസ് അങ്ങനെയല്ല. സമയമെടുത്ത് വിറ്റാലും നമുക്ക് സമയമെടുത്ത് വിൽക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ തന്നെ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. റീസെല്ലേഴ്സ് വഴിയും നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. തീർച്ചയായിട്ടും ഇത്രയും പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും നമ്മൾ നെഗറ്റീവ് സൈഡ് കൂടി നോക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബിസിനസിന്റെ നെഗറ്റീവ് സൈഡ്, എങ്ങനെയെല്ലാം ഇത് ഓവർകം ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ്. ഇന്ന് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഡ്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് എന്നുള്ളത്. എന്നാൽ ശരിയായ രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് എങ്ങനെ ഈ ഒരു ബിസിനസ് ശരിയായ രീതിയിൽ ചെയ്യാമെന്ന് പഠിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. ഇന്ന് പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ഈ ഒരു ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾ ഫസ്റ്റ് പർച്ചേസ് എടുക്കുന്നതിന് തന്നെ ഒരു ലിമിറ്റ് കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പോൾ എങ്ങനെ ശരിയായ രീതിയിൽ സ്റ്റോക്ക് മാനേജ് ചെയ്യണം, എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു ബിസിനസിന്റെ വിജയം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളുടെ ട്രെയിനിങ് സെക്ഷനകത്തുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇന്ന് പല ആളുകളുടെയും വിചാരം പ്രൈസ് തീരെ താഴ്ത്തിയിടുകയാണെങ്കിൽ നല്ല രീതിയിൽ വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ്. ഒരു പ്രോഡക്റ്റിന്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസ് മാത്രം ഇട്ടാലാണ് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ഒരു ബിസിനസ്സിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തീർച്ചയായിട്ടും താഴോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഡ്രസ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഇപ്പൊ നമ്മുടെ പ്രോഡക്റ്റിന്റെ തന്നെ ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റുകൾ മറ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ വിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് സംസാരിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ബിസിനസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്തായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് 2000 രൂപയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, എന്തൊക്കെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ തന്നെ ഹോൾസെയിൽ ഗ്രൂപ്പ് ഉണ്ട്. ആ ഹോൾസെയിൽ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡ്രസ് ഐറ്റംസ് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡ്രസ് ഐറ്റംസ് ഹോൾസെയിലായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ 2000 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ഡ്രസ്സ് വാങ്ങാനായിട്ട് സാധിക്കും. ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ മിനിമം എടുക്കേണ്ടത് ഒരു സെറ്റാണ്. മിക്ക ഹോൾസെയിൽ ഷോപ്പിലും 20,000 30,000 ഒക്കെയാണ് മിനിമം പർച്ചേസ് വരുന്നത്. എന്നാൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു സെറ്റായിട്ടും എടുക്കാനായിട്ട് സാധിക്കും. ഒരു സെറ്റിൽ 4 ഡ്രസ്സാണ് ഉള്ളത്. ലാർജ്, മീഡിയം, XL പിന്നെ XXL. അപ്പോൾ അങ്ങനെയായിരിക്കും നോർമലായിട്ട് സൈസ് വരുന്നത്. സെയിം ഡ്രസ്സ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ പ്രൈസ് നമ്മളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ഡ്രസ്സിന് വരുന്നത് 500 റുപ്പീസ് ആണ്. അപ്പോൾ ഒരു സെറ്റിനകത്ത് 4 ഡ്രസ്സാണ് ഉള്ളത്. അപ്പോൾ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സെറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റിന്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് 999 ആണ്. അപ്പോൾ ഒരു ഡ്രസ്സ് വിൽക്കുമ്പോൾ തന്നെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് 499 ആണ്. അപ്പോൾ 4 ഡ്രസ്സ് ഇപ്പോൾ ഒരു സെറ്റ് വിൽക്കുമ്പോൾ തന്നെ 1996 രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ മുടക്കിയിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റും കൂടെ കൂടിയിട്ട് ടോട്ടൽ 3996 രൂപയാണുള്ളത്. അങ്ങനെ ഇപ്പോൾ കിട്ടിയ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് നെക്സ്റ്റ് സെറ്റ് എടുക്കാനും വീണ്ടും ഈ ഒരു ബിസിനസ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനുമായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ ഈ ഒരു ഡ്രസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ പ്രോഡക്റ്റ് അയക്കണമെന്ന് അറിയില്ല, എങ്ങനെ പാക്ക് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ഈ ഒരു ബിസിനസിന്റെ പ്രൈസ് എങ്ങനെ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യണമെന്ന് അറിയില്ല, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിയില്ല, എന്ത് കാറ്റഗറി ബിസിനസ് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ നിന്ന് ഡ്രസ് ഐറ്റംസ് വാങ്ങാനുണ്ടെങ്കിലും നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.